ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മോഡ്യൂൾ 3 തന്നെ സെക്ഷൻ ബിയിലേക്ക് വരികയാണ്. ഈ സെക്ഷൻ ബി എന്ന് പറയുന്നത് ഹ്യൂമൻ ജെനറ്റിക്സിനെ കുറിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ക്രോമസോം കോംപ്ലിമെൻ്റ് എന്താണ്, ഹ്യൂമൻ കാരിയോടൈപ്പ് എന്താണ്, അതുപോലെ തന്നെ ഇഡിയോഗ്രാം, ഇങ്ങനത്തെ കുറച്ച് ടേംസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. ഒരെണ്ണം സെക്സ് ക്രോമസോം, രണ്ടാമത്തത് ഓട്ടോസോംസ്. ഈ സെക്സ് ക്രോമസോംസിന് നമുക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, അല്ലോസോംസ് എന്ന് പറയും. ഈ സെക്സ് ക്രോമസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ സെക്സ് എങ്ങനെ ഇരിക്കണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ സ്പെഷ്യൽ റെഫറൻസ് പറയുമ്പോൾ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഒരു പെയർ സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ അല്ലോസോംസ് ഉണ്ട്. ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ ആ പെയറിനെ XX എന്നുള്ളത് നിങ്ങൾക്കറിയാം, മെയിൽ ആണെങ്കിൽ XY ആണെന്നുള്ളതും നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി ഓട്ടോസോംസ് അങ്ങനെയാണെങ്കിൽ എന്താണ്? ഓൾ ക്രോമസോംസ് ഇൻ എ സെൽ എക്സെപ്റ്റ് ദ സെക്സ് ക്രോമസോംസ്. സെക്സ് ക്രോമസോംസ് അല്ലാത്ത ബാക്കി എല്ലാ ക്രോമസോംസിനെയും നമ്മൾ ഓട്ടോസോംസ് എന്ന് പറയും. അപ്പം നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് 23 പെയർ ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. അതിൽ 1 പെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സെക്സ് ക്രോമസോമാണ് അല്ലെങ്കിൽ അല്ലോസോമാണ്. അപ്പം ബാക്കി 22 പെയർസ് എന്താണ്? ഓട്ടോസോംസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ക്രോമസോം കോംപ്ലിമെൻ്റ് എന്നൊക്കെയുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഡിഫറെൻറ്റ് പെയർസ് ഓഫ് ക്രോമസോം പ്രസൻറ്റ് വിത്തിൻ എ സെൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ നോർമൽ ഹ്യൂമൻ ക്രോമസോം കോംപ്ലിമെൻറ്റ്. അതായത് ഓട്ടോസോംസും അല്ലോസോംസും കൂടി ചേർന്നിട്ടുള്ള നമുക്ക് ഒരുപാട് പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ. അതിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ക്രോമസോം കോംപ്ലിമെൻ്റ് എന്ന് നമ്മൾ പറയാം. ഇനി അത് നമ്മളുടെ ഫീമെയിൽസിനെ എങ്ങനെ നമ്മളത് എക്സ്പ്രസ് ചെയ്യും? 46XX എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫീമെയിലിൻ്റെ ക്രോമസോം കോംപ്ലിമെൻ്റ് ആണ്. അതിൽ 46 ക്രോമസോംസ് ഉണ്ട്, അതിൽ 1 പെയർ എന്താണ്? സെക്സ് ക്രോമസോമാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ 46XY എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഹ്യൂമൻ മെയിലാണ്. കാരണം ഇവിടെ 46 ക്രോമസോംസ് ഉണ്ട്, അതിൽ ഒരു പെയർ എന്താണ്? നമ്മളുടെ സെക്സ് ക്രോമസോമാണ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഈ പിക്ചറിൽ സെക്സ് ക്രോമസോം X and Y രണ്ടും കാണിക്കുന്നുണ്ട്. Y ക്രോമസോം എന്ന് പറയുന്നത് X ക്രോമസോംസിനെക്കാട്ടിലും ഒരുപാട് സൈസ് ചെറുതാണ് എന്ന് കാണിക്കുന്നൊരു ഫോട്ടോഗ്രാഫാണ് താഴെയുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഫോട്ടോഗ്രാഫിലും കാണിക്കുന്നുണ്ട് XX ക്രോമസോം എന്ന് പറയുമ്പം X രണ്ടിനും സെയിം ലെങ്തിൽ കാണിക്കുന്നു. XY എന്ന് പറയുമ്പം ഇത് X ക്രോമസോമും ഇപ്പുറത്തിരിക്കുന്നത് Y ക്രോമസോമുമാണ്. വളരെ ചെറിയ സൈസാണ് Y ക്രോമസോമിനുള്ളത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ക്രോമസോംസ് ആണ്. നമ്മൾ സാധാരണ ക്രോമസോം എന്ന് പറയുമ്പം ഇങ്ങനെയൊരു X ഷേപ്ഡ് ക്രോമസോമാണ് മനസ്സിൽ പിക്ചർ വരിക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്കവാറുമുള്ള ജെനറ്റിക് റിലേറ്റഡ് സ്റ്റഡീസിലെല്ലാം നമ്മുടെ ക്രോമസോമിനെ ഈ ഒരു മെറ്റാഫേസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ വെച്ച് സെൽ അറസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ പിന്നെ മൈക്രോസ്കോപ്പിക് വ്യൂ ഒക്കെ നടത്തി ബാക്കി എക്സ്പെരിമെൻറ്റ്സ് സ്റ്റഡീസൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ക്രോമസോം എന്ന് പറയുമ്പം ഇങ്ങനൊരു സ്ട്രക്ചർ മനസ്സിൽ വരിക. ആക്ച്വലി ഇങ്ങനെ മാത്രമല്ല ക്രോമസോംസ് ഉണ്ടാവുക, പല തരത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം നിങ്ങൾക്കറിയാമല്ലോ, ഈ ക്രോമസോംസിനെ ഈ ഒരു പെയർ ക്രോമസോംസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പം ഈ ക്രോമസോംസിൻ്റെ ആംസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രോമിയർ കറക്റ്റ് സെൻറ്ററിലാണ്, ക്രോമസോംസിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ക്രോമസോം ഈസ് നോൺ ആസ് എ മെറ്റാസെൻട്രിക് ക്രോമസോം. ഇനി കറക്റ്റ് സെൻറ്ററിലല്ല, ലേശം കുറച്ച് അങ്ങോട്ട് മാറിയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സബ് മെറ്റാസെൻട്രിക്. ഇനി കുറച്ചും കൂടി അത്ര സെൻറ്ററിൽ നിന്നും കുറച്ചും കൂടി അറ്റത്തേക്ക് മാറിയിട്ടാണെങ്കിൽ അക്രോസെൻട്രിക് എന്ന് പറയും. ഇനി ക്രോമസോമിൻ്റെ ടിപ്പിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, സെൻട്രോമിയർ ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ടീലോസെൻട്രിക് എന്ന് പറയും. ടീലോ എന്ന വാക്കിന് ടെയിൽ എന്നുള്ള ഒരു മീനിങ്ങും ഉണ്ട് കേട്ടോ. അപ്പം ടെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ടിപ്പ് ഓഫ് ദി ക്രോമസോം ആണെങ്കിൽ സെൻട്രോമിയർ ഉള്ളതെങ്കിൽ ദറ്റ് ഇസ് കോൾഡ് ടീലോസെൻട്രിക്. അങ്ങനെ 4 ടൈപ്പ് ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. ഇനി ഹ്യൂമൻ ക്രോമസോംസ് എന്ന് പറയുമ്പം നമുക്കറിയാം, നമുക്ക് 23 പെയർ ഉണ്ട്, അതല്ലെങ്കിൽ 46 ക്രോമസോംസ് ആണ് ടോട്ടൽ ഉള്ളത് എന്നറിയാം. ഇനി ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരിയോടൈപ്പ് എന്നുള്ളൊരു ടേമാണ് അവിടെ വരുന്നത്. കാരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ട്, അല്ലെങ്കിൽ 46 ക്രോമസോംസ് ഉണ്ട് എന്ന് പറയണം. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കും? ഇതൊരു സെല്ലിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ ക്രോമസോംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മിക്സ് ആയിട്ടായിരിക്കും ക്രോമസോംസ് ഉണ്ടാവുക അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റേജിലും ഫോട്ടോഗ്രാഫ് എടുക്കും. അപ്പോൾ അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ ഫോട്ടോ മൈക്രോഗ്രാഫ് എന്ന് പറയും. സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് നിന്ന് ക്രോമസോംസിൻ്റെ
ഫോട്ടോ മൈക്രോഗ്രാഫ് എടുക്കും. അപ്പോൾ അത് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം നമ്മളുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ക്രോമസോംസിൻ്റെ അവസ്ഥ? അത് മെറ്റാഫേസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ സെല്ലിനെ അറസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെല്ലിൻ്റെ ന്യൂക്ലിയസിലുള്ള ക്രോമസോംസിൻ്റെ ഫോട്ടോ മൈക്രോഗ്രാഫ് എടുത്തിട്ട് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. ഈ ഫോട്ടോഗ്രാഫിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ സൈസ്. അതിൻ്റെ സൈസ് പല രീതിയിലാണ്. അപ്പം സൈസ് അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഈ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അതെങ്ങനെയാണ്? മെറ്റാസെൻട്രിക് ആണോ, സബ് മെറ്റാസെൻട്രിക് ആണോ, ടീലോസെൻട്രിക് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാരിയോടൈപ്പ് എന്നുകൊണ്ട് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരിയോടൈപ്പ് റെഫേഴ്സ് ടു ദി ടോട്ടൽ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ദ ക്രോമസോം മേക്കപ്പ് ഓഫ് എ സ്പീഷീസ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ കംപ്ലീറ്റ് ക്രോമസോം മേക്കപ്പിനെ നമുക്ക് കാരിയോടൈപ്പ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാരിയോടൈപ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെറ്റാഫേസ് സ്റ്റേജിൽ അറസ്റ്റ് ചെയ്ത സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഫോട്ടോ മൈക്രോഗ്രാഫ് എടുത്തിട്ട് ആ ഓരോ പെയർ ക്രോമസോമിനെയും നമ്മൾ അതിൻ്റെ സൈസിൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വെക്കും. ഇഡിയോഗ്രാം എന്നുള്ള ടേമാണ് അടുത്ത് വരുന്നത്. ഇഡിയോഗ്രാം എന്താണ്? നമ്മൾ ഈ പറഞ്ഞ കാരിയോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്തു അല്ലേ, മൈക്രോഗ്രാഫ് ഒക്കെ എടുത്ത് നമ്മളത് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഇഡിയോഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇഡിയോഗ്രാം ഈസ് ദ മൗണ്ടഡ് ഡിസ്പ്ലേ ഓഫ് എൻലാർജ്ഡ് ഫോട്ടോ മൈക്രോഗ്രാഫ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് സ്ട്രെയിൻഡ് ക്രോമസോംസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് സൈസ്. അപ്പം സൈസ് അനുസരിച്ചിട്ടും സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടും നമ്മൾ എടുത്ത ഫോട്ടോസിനെ എൻലാർജ് ചെയ്തിട്ട് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് ഇഡിയോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേ പിക്ചറൊക്കെ തന്നെ നമുക്ക് പ്രാക്ടിക്കലിനും വെക്കും കേട്ടോ. ഹ്യൂമൻ കാരിയോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഒരു പിക്ചർ ഇതുപോലെ വെച്ചിട്ട് ഇത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുവാണെങ്കിൽ ദിസ് ഇസ് എ ഹ്യൂമൻ കാരിയോടൈപ്പ്. അത് ആരുടെയാണെന്ന് നമ്മൾ പറയണം മെയിൽ എന്ന് പറയണം. ഈ പരീക്ഷയ്ക്ക് പ്രാക്ടിക്കലിന് വെക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടഡ് ഷേപ്പിലൊന്നും ഇവിടെ കാണത്തില്ല കേട്ടോ. നിങ്ങൾ നോക്കുക, നമുക്ക് 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. അതിൽ 22 ക്രോമസോംസ് എന്ന് പറയുന്നത് 22 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ഓട്ടോസോംസ് ആണ്. ബാക്കി ഒരു പെയറാണ് ഇവിടെ ആരിയിരിക്കുന്നത്? സെക്സ് ക്രോമസോംസ് ഇരിക്കുന്നത്. ആ സെക്സ് ക്രോമസോംസ് എങ്ങനെ ഇരിക്കുന്നു ഇവിടെ? എക്സ് ആൻഡ് വൈ. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇത് ഒരു ഹ്യൂമൻ മെയിലിൻ്റെ കാരിയോടൈപ്പാണ്. ഇനി ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടുവാണെങ്കിൽ നമുക്ക് 22 പെയേഴ്സ് ഓഫ് ഓട്ടോസോംസ് ഉണ്ട്. ഇവിടെ ഒരു പെയർ സെക്സ് ക്രോമസോംസ് ഉണ്ട്. അത് എക്സ് ആൻഡ് എക്സ് ആണ്. സോ ദിസ് ഈസ് എ ഫീമെയിൽ ഹ്യൂമൻ കാരിയോടൈപ്പ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറൊക്കെ പ്രാക്ടിക്കലിന് വെക്കും എന്നുള്ള രീതിയിൽ അതും കൂടി മനസ്സിലാക്കുക. only thing is that there won't be any red circle like this. ഓക്കെ, ഒരു പിക്ചർ അപ്പാടെ ആയിരിക്കും വെക്കുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ആ ക്രോമസോമിനെ നോക്കിയിട്ട് മനസ്സിലാക്കുക മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. ഇനി നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഇത് പറയുന്നത്. നമുക്കുണ്ടോ പല രീതിയിലാണ് നമ്മൾ ക്രോമസോംസിനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. ABCDEFG എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്നറിയാമോ? 1 to 3 ക്രോമസോംസിനെ നമ്മൾ ഗ്രൂപ്പ് എയിലേക്കാണ് വരിക. കണ്ടോ, ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സൈസിൻ്റെ ഡിക്രീസിങ് കണ്ടോ, അത് ആദ്യത്തേത് കൂടുന്നു, പിന്നെ കുറഞ്ഞു വരുന്ന ഏറ്റവും ചെറുത് വൈ ക്രോമസോം ഇവിടെ വരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ലെങ്ത് അനുസരിച്ചും അതേപോലെ തന്നെ ആ ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൻ്റെ പൊസിഷനും ഒക്കെ അനുസരിച്ചാണ് ഈ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് പല രീതിയിലുള്ള ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞു. അതിൽ എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ 1 to 2 ഇവിടെ കണ്ടോ 1, 2 and 3 ക്രോമസോമിനെ നമ്മൾ ഗ്രൂപ്പ് എ എന്നുള്ള രീതിയിലാണ് പറയുക. അതേപോലെ അടുത്ത ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ 4 and 5 ആണ്. ഇവിടെ കണ്ടോ, ഈ 4 and 5 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി ആണ്. ഇനി ഗ്രൂപ്പ് സി എന്ന് പറയുമ്പം 6, 7, 8, 9, 10, 11, 12 ആൻഡ് എക്സ് ക്രോമസോം ഇതെല്ലാം ഗ്രൂപ്പ് സി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 13, 14 and 15. ഈ ഗ്രൂപ്പ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ 16, 17 and 18 ആൻഡ് എഫ് ഗ്രൂപ്പ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ 19 and 20. ഗ്രൂപ്പ് ജി ക്രോമസോംസിൽ വരുന്നത് 21, 22 ആൻഡ് വൈ ക്രോമസോം ഇതെല്ലാമാണ്. പിന്നെ ഇവിടെ ആ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൈസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ലാർജ്, മീഡിയം, റിലേറ്റീവ്ലി ഷോർട്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ ഇത് അറേഞ്ച്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. മെറ്റാസെൻട്രിക്കിനാണ് ആദ്യം പ്രയോറിറ്റി. ആ വലിപ്പവും മെറ്റാസെൻട്രിക്കും നോക്കുന്നു. പിന്നെ സബ് മെറ്റാസെൻട്രിക് ആണോ അക്രോസെൻട്രിക് ആണോ അങ്ങനെ ആ രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ്. ഇത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഐ ജസ്റ്റ് ഷെയർഡ് ദിസ് സ്ലൈഡ് വിത്ത് യു. ഇനി
ഇതാ ഇവിടെ ഈ ഒരു രീതിയിലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രൂപ്പ് എ എങ്ങനെ ഇരിക്കുന്നു, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് ഇ, എഫ് ആൻഡ് ജി. പിന്നെ ഈ എക്സും വൈയും എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ് ക്രോമസോം വരുന്നത് സി ഗ്രൂപ്പിലാണ്, ഈ വൈ ക്രോമസോം വരുന്നത് ജി ഗ്രൂപ്പിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹ്യൂമൻ കാരിയോടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഇഡിയോഗ്രാം എന്നുള്ള രീതിയിലും പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മളെങ്ങനെ ചെയ്യും? ഇത് 5 ml ബ്ലഡ്, വീനസ് ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ കൾച്ചർ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൽ ഇത് ഈ പറയുന്ന ഹീമോഗ്ലൂട്ടിനിൻ കാര്യങ്ങളൊന്നും കൂടുതൽ ബോധർ ചെയ്യേണ്ട, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം കാണിച്ചു തരികയാണ്. ഇത് ഈ പറയുന്ന ഹീമോഗ്ലൂട്ടിനും കൾച്ചർ മീഡിയത്തിലും നമ്മുടെ ഈ ബ്ലഡ് എടുത്തതിന് ബ്ലഡ് സെൽസ് ആണല്ലോ, അതിനെ നമ്മൾ കൾച്ചർ ചെയ്യുകയാണ്. 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 3 ദിവസം കൾച്ചർ ചെയ്തതിന് ശേഷം അതിൽ സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, കോൾക്കിസിൻ എന്ന് പറയുന്നത് ഒരു സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ്. അപ്പോൾ കോൾക്കിസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുപോലെ ഹൈപ്പറ്റോണിക് സലൈൻ സൊല്യൂഷനും വെച്ചിട്ട് സെൽസിനെ നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ സെൽസിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിനെ ട്രിപ്സിൻ, അതുപോലെ തന്നെ സ്റ്റെയിൻ, ഇവിടെ യൂസ് ചെയ്യുന്നത് ജീംസ സ്റ്റെയിനാണ്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ട് ആ സെൽ സൈക്കിൾ അറസ്റ്റ് അവിടെ ചെയ്തിരിക്കുന്നത് ഫേസിലാണ്. അപ്പം നമുക്കതിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റും. അതിനെ പിന്നെ എൻലാർജ് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ച് ചെയ്യുന്ന രീതി അതിനെ കാരിയോടൈപ്പ് എന്നും ആ പിക്ചറിനെ നമ്മൾ ഇഡിയോഗ്രാം എന്നും പറയുന്ന ഈ രീതിയിലാണ് ചെയ്യുന്നതെന്നും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ ക്രോമസോം കോംപ്ലിമെൻറ്റ്, കാരിയോടൈപ്പ് ആൻഡ് ഇഡിയോഗ്രാം എന്നൊക്കെയുള്ള ടേംസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.